പോലീസ് സ്റ്റേഷൻ? ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട. കേസിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ? വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ. സിറ്റിയിൽ മിനിഞ്ഞാണ് ചാർജ് എടുത്തു അല്ലേ? തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങൾ കയറിയില്ലല്ലോ. ആയിരിക്കേ? വേണ്ട. അത് കൊള്ളാം. നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ. ആളും മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്. അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ കാര്യം വിളിക്ക്, പറയാം. നിമ്മേ, മോനെ നിമ്മേ. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്നോട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്തു കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഞങ്ങൾ വരുന്നേ. വേണം. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്, ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം. തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണുകൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിംപ്. നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ വെറുതെ കാണാകുണ വർത്താനം പറഞ്ഞാൽ എന്റെ ജോലി മുടക്കരുത്. നില്ലേ, എന്റെ മോനെ കസ്റ്റഡിയിലെടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പറ. ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞത് എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല, അവൾ എന്നെ. ആവണോ? ഓൺ. പാതവക്കിൽ ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല. ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. മാറണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ സേവന ലക്ഷ്യം. അതിനായി പൂർണ്ണമായും ഞങ്ങൾക്ക് സഹകരിക്കുക. വാഹനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വാഹനങ്ങൾ പരസ്പരം ആളുകൾ വലത് ഭാഗത്തോട് നടക്കണം. ലോറി 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 അവിടെ മാറണം. ടീച്ചറുടെ മുഖത്ത് നീ ആസിഡ് ഒഴിക്കോടാ. ഇല്ല സർ, ഞാൻ പറയില്ല. ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഇല്ല സർ, ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാകാം. വാഹനങ്ങളുടെ മുൻവശത്തും എന്റെ പോലെ നിന്നോട് എന്ത് ചെയ്തു? പറ, എന്ത് ചെയ്തെന്ന് പറ. ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ ഈ പാടൊക്കെ പറഞ്ഞു കൊടുക്കടാ അച്ഛന്. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഓടിയപ്പോ വീണതാ. നിങ്ങൾ ഇവനെ എവിടെ കൊണ്ടുവരുന്നു? പറയണം. നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. വക്കീലാണെ കോടതി മതി. ഇവിടെ വന്നൊന്ന് കുറയ്ക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇൻസ്പെക്ടർ, വെറുതെ ഇലയാണ് വന്നത്. എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാനാണ്. അതിന് വക്കീലും കൊണാപ്പിയൊന്നും വേണ്ട. ഞാൻ വിട്ടേക്കാം, സ്വന്തം ജാമ്യത്തിൽ. പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേരും മേൽവാസം എഴുതിയെടുക്കണം. അവന്റെയും അവന്റെ തന്തയുടെയും. കേരള അവനകത്തേക്ക്. സാറിനോട് കോളുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറ. തിരുവനന്തപുരത്ത് നിന്ന്. അറിയാം മിസ്റ്റർ. വലിയവന്റെ മക്കളെ പിടിച്ചാൽ തിരുവനന്തപുരത്ത് വിളിക്കൂ. പറഞ്ഞേരി വിട്ടെന്ന്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് റെസ്പെക്ട് തന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു. എന്നാൽ
നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. ഏതവന്റെ കാര്യമാണ്? ഇൻസ്പെക്ടർ ബൽറാം. നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ്. ആ പൂർവകാമികയല്ലേ, സഹിക്കുന്നുണ്ടാവില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ആവശ്യമില്ലാത്ത വാശി അവനാണ്. ഈ കേസ് രാജിയാവാൻ അവൻ സമ്മതിച്ചില്ല. ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. കേസ് ചാർജ് ചെയ്തു. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? പരീക്ഷാ ഹാളിൽ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലേഡ് അബദ്ധത്തിൽ കയ്യിൽ തട്ടിയതാണ്. സത്യം അതല്ല, അവൻ എന്റെ കൈ കീറി മുറിച്ചതാണ്. ആയിരിക്കാം. എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വക്കീലെന്ന നിലയിൽ അന്യായക്കാരിയായി നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല. പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ? രാഷ്ട്രീയക്കാരിൽ വെറും തറയിൽ അദ്ദേഹം. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്മൻസ്ലി റിച്ച്. അങ്ങേരുടെ മകനോട് തെറ്റ് ചെയ്താൽ അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ക്ഷമിക്കില്ല. ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. യു മസ്റ്റ്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നീ എഴുതി തരണം. പ്ലീസ്, എന്നെ കമ്പനി എഴുതി ചെയ്യട്ടാ, പ്ലീസ്. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ബട്ട് യു നോ ഉഷ, ഇറ്റ് ഇസ് എ ഡ്യുവൽ ബിറ്റ്വീൻ മീ ആൻഡ് ദ ഇൻസ്പെക്ടർ ബൽറാം. നീ ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നേ പറ്റൂ. ദി ചോയ്സ് ഇസ് ലെഫ്റ്റ് യു. അകത്തുണ്ട്, വിളിക്കാം. ആരാത്? ഇത് വേറെ കിട്ടിയ. മിസ്സിസ് ജയന്തൻ ഇവിടെ? ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഡ്വക്കേറ്റ് ജയന്തന്റെ വാദം കേട്ടപ്പോ അയാളുടെ ഭാര്യ പ്രതിഭാഗം ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. ഒന്നും പറയണ്ട. ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല. വെട്ടും കൊലയും നടത്തിയവർ തന്നെ അവസാനം ഒത്തുചേരും. ഇടയിൽ കഷ്ടപ്പെട്ട് കേസന്വേഷിച്ച പോലീസുകാരന്റെ വായിൽ പച്ചത്തെറിയ എന്റെ നാവിൽ വരുന്നേ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ഗതികേടുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഗതികേടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചിച്ചതിലില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. മറ്റൊരാണിന്റെ ഗർഭം ധരിച്ച് നിനക്കത് പറയാമോ? മിസ്റ്റർ ബൽറാം, ആ ആണിന്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായെങ്കിൽ അതെന്റെ കുറ്റവുമല്ല. ഓ, ക്രെഡിറ്റ് ആയിരിക്കും. കുറ്റം എന്റെ തന്നെയാ. വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ചൊരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. വിദ്യയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു, ഡിവൈൻ ലവ്. പകരം ഒരു ഡെവിൾ മോളസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ? ഏയ്, എനിക്കെന്ത് ശുദ്ധത. ഞാൻ എന്നും കുടിക്കും, തോന്നുമ്പോഴൊക്കെ വ്യഭിചരിക്കും. എനിക്കറിയാം. ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം. കൺഫെഷൻ ആണെങ്കിൽ വേണ്ട. വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല. അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു പാവം ചേരാൻ പറ്റാത്തത് കൊണ്ടാ. പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചവിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച്. പലരും പലതും പറഞ്ഞു കേട്ടു. ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ. ഒരു കൊലയാളിയാണ് നിങ്ങളെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഇറ്റ്സ് മൈ ഫെയ്ത്ത്. ഉഷേ, ഉഷേ, നീ കോളേജിൽ ജോലി റിസൈൻ ചെയ്തു? ആരോട് ചോദിച്ചിട്ട് പറ, ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച ധിക്കാരി? ലക്ഷം രൂപ കൊടുത്താൽ ആ ജോലി കിട്ടുമോ? രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടുമോ? അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാൻ ഒക്കോ? അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പൽ ഞാൻ പരാതി എഴുതി കൊടുത്തത്. അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്.
നിങ്ങൾക്ക് ആ മാന്യതയില്ല. നിന്റെ മറ്റവനുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാരൻ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. ഇടേ തോന്നിയാസം പറഞ്ഞ കൊന്നുകളയുന്നെ ഞാൻ. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തറുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. വരട്ടെ. ജ്യോതി, ഈ പയ്യനുമായുള്ള നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ബെന്നിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് നിന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്? ഫാദറിക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി, കഴിഞ്ഞവണ ഞാൻ നിനക്കെന്ന കാശ് ഇവിടെ വെച്ചിട്ട് പോയില്ലേ? എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നീ ഇവിടെ വന്ന ആവശ്യത്തിന് നാവിലൊരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ പീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. വേണ്ട.